നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്സിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഏത് ബുക്കാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിൽ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സജഷൻസ് നമുക്ക് അവൈലബിൾ ആണ് പോപ്പുലർ ആയിട്ടുള്ള ബുക്കുകളെ കുറിച്ചുള്ള. നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ബുക്ക് അല്ലെങ്കിൽ മോർ നമ്പർ ഓഫ് പേജസ് ഉള്ള ബുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതലുള്ള ബുക്ക് ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്നതിന് പകരം ഏത് ബുക്കാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയാസ് ഉള്ള ഏത് ബുക്ക് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിൽ ഒന്നാമത്തേത്, നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് NCERT അല്ലെങ്കിൽ നീറ്റിൻ്റെ സിലബസുമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. നമുക്ക് നീറ്റിനൊരു സിലബസ് ഓൾറെഡി NTA തന്നിട്ടുണ്ട്. ആ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്ന മെറ്റീരിയലിൽ ലെവൽ വൈസ് കാറ്റഗറൈസേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. അതായത് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം, പിന്നെ നമുക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആദ്യം ലെവൽ 1 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത ശേഷം ലെവൽ 2ലേക്കും ലെവൽ 3ലേക്കൊക്കെ പോകാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് കാറ്റഗറൈസേഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു ചാപ്റ്ററിൽ, ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു 80 ക്വസ്റ്റ്യൻസ് ഒരു മെറ്റീരിയൽ ഉണ്ട് ഒരു ചാപ്റ്ററിൽ നിന്നും. അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ മുഴുവൻ ഒരു ദിവസം പഠിക്കുന്നുണ്ടാവില്ല. അതിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ 2 ടോപ്പിക്കോ ഒക്കെ ആയിരിക്കും ഒരു ദിവസം പഠിക്കുന്നുണ്ടാവുക. നമ്മളൊരു ചാപ്റ്ററിനെ തന്നെ ഒരു 8ഓ 10ഓ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഓരോ ദിവസവും ചെയ്യേണ്ടി വരിക. അങ്ങനെ ചെയ്യാൻ ടോപ്പിക് വൈസ് കാറ്റഗറൈസേഷനും ഈ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കണം. അത് ലെവൽ 1ൽ മാത്രം ആ ഒരു ടോപ്പിക് വൈസ് കാറ്റഗറൈസേഷൻ മതി. ലെവൽ 2ലും ലെവൽ 3ലും വ്യത്യസ്ത ടോപ്പിക്സിനെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അതിൽ ടോപ്പിക് വൈസ് കാറ്റഗറൈസേഷൻ ഇല്ലെങ്കിലും ലെവൽ 1ൽ അറ്റ്ലീസ്റ്റ് ഈ ടോപ്പിക് വൈസ് കാറ്റഗറൈസേഷൻ ഉണ്ടായാൽ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കിലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെറ്റീരിയലിൽ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ പ്രിപ്പറേഷൻ പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് എത്രത്തോളം അലൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഏത് ബുക്കും, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബുക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്.